അങ്ങനെ ഞാൻ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങി വായി നോക്കി ഇവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കിട്ടിയവൻ വന്നിട്ടില്ല. എന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് ഇനി പുള്ളി പതുക്കെയൊക്കെ വരുള്ളൂ. എനിക്ക് വിളിക്കാൻ ഫോണുമില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാം. എപ്പോഴും ഇങ്ങനെയാണ്. ഇന്നലെ ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യല്ല, വന്ന് നിൽക്കണമെന്ന്. നോക്കാം. ചെയ്യല്ല, വന്ന് നിൽക്കണമെന്ന്. നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ദശട്ട് വന്നിട്ടില്ല. അപ്പോൾ അവിടെ നിർത്തത്തില്ല, മാറി വേറൊരു സ്ഥലത്തോട്ട്. നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ മാറി നിൽക്കാം, നോക്കട്ടെ എത്ര നേരം കൊണ്ടുവരുമെന്ന്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞാണ് ലേറ്റ് ആവില്ലേ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഒന്നാമത് എനിക്കിവിടെ ഫോൺ നമ്പറില്ല. അപ്പോൾ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ലല്ലോ, കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നിർത്തില്ല, എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഇതാണ് ഇവിടുത്തെ ക്രൗഡ്. ഇത് ഷാർജ എയർപോർട്ട് എന്ന് പറഞ്ഞ ഒരു ചെറിയ എയർപോർട്ടാണ്. അതുകൊണ്ട് ഇപ്പം നല്ല ചൂടുണ്ട്. ഞാൻ വിചാരിച്ച് ഇവിടെ നിൽക്കാം, നോക്കാം എപ്പോൾ വരുന്നവരെ ഞാനിവിടെ നിൽക്കും. ഒന്നും ആരുടെ ഫോൺ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ ഈ വരുന്ന സന്തോഷമല്ല ഇവിടെ നിൽക്കുന്ന ഇതിൽ പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. വരുന്ന സന്തോഷമെല്ലാം ഇവിടെ വെച്ച് തന്നെ അങ്ങ് തീരും. പിന്നെ ഇവിടെ മിക്കവാറും വഴക്കുണ്ടായിക്കൊണ്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ദുബായിൽ വന്നപ്പോഴും ഇങ്ങനെ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആളെ കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ആരുടെയൊക്കെയോ ഫോൺ നമ്പർ വാങ്ങിച്ച്, എത്രയോ വർഷങ്ങൾക്ക് മുന്നാണ് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൽ വിസിറ്റിന് വന്നപ്പോൾ എനിക്ക് പരിചയമുള്ള അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് എപ്പോഴൊക്കെയോ വരുന്നത്, ഇത് സ്ഥിരം ഇന്നും നടക്കുന്നത്. എപ്പോഴോ ഒരു പ്രാവശ്യം കറക്റ്റ് ടൈമിന് വന്ന് തന്നിട്ടുണ്ട്, അതെന്തോ അബദ്ധം പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുവരെയും വന്നിട്ടില്ല. ഞാനിങ്ങനെ വെളിയിലേക്ക് വെച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. ചിലപ്പോൾ ഇനി ദുബായ് എയർപോർട്ടിൽ പോയോ എന്നറിയില്ല. അതോ ഇനി രാത്രി 7 മണിക്ക് 7:30 ലാൻഡ് ചെയ്യും. ഓൾറെഡി ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ രാത്രി 7 മണിക്ക് ലാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കാം. ടിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ഫ്ലൈറ്റിൽ കയറി വന്നേനെ. ഇത് കൊള്ളത്തില്ലല്ലോ അല്ലേ ഇങ്ങനെ എപ്പോഴും. ഇത് ഞാൻ ഇന്നലെ റിമൈൻഡ് ചെയ്യിച്ചാണ് 5 മിനിറ്റ് നേരത്തെ വരുന്നത്. അതുകൊണ്ട് ലേറ്റാണെന്ന് ഞാൻ അറിയിച്ചില്ല. അതൊക്കെ ഇവിടെ നോക്കിയറിയാം, ഫ്ലൈറ്റ് ലേറ്റാണ്. എവിടെയെങ്കിലും കാണുമായിരിക്കും, അത് എത്തുന്നതേ ഉള്ളൂ, ട്രാഫിക്കാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ 1/2 മണിക്കൂർ പുറത്ത് നിർത്തിച്ച ശേഷം അവസാനം ആളിനെ കണ്ടുകെട്ടി വേറൊരു സ്ഥലത്ത് നിന്ന് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഇറങ്ങി വന്നത് കണ്ടില്ല. ഇതാണ് മൂപ്പരുടെ എക്സ്പ്ലനേഷൻ. എന്തായാലും കാറിൽ വെച്ച് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അതിനുള്ളൊരു മൂഡില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിൽ കയറി. എനിക്ക് ഇഡലി കഴിക്കാനാണ് തോന്നിയത്. ഇഡലി ദോശ ഇത് തന്നെയാണ് എൻ്റെ ഫുഡ്. എന്തായാലും അവിടത്തേക്ക് ഇഡലി നല്ല സോഫ്റ്റാണ്. ചേട്ടൻ ഒരു പേപ്പർ റോസ്റ്റ് പറഞ്ഞു, വളരെ നീളത്തിലുള്ള ഒരു പേപ്പർ റോസ്റ്റ്. അത് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത് വെച്ച് തന്നെയായിരുന്നു, എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഒരു മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഈ പേപ്പർ ദോശ കഴിക്കുന്ന വൈക്ലഭ്യത്തോടെ ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ്. 2 ടീ വിത്തൗട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വിത്ത് ഷുഗർ ആണെങ്കിൽ ഇഷ്ടം പോലെ, അതായത് എന്താ പറയുക, ചായപ്പായസം ആക്കി കൊണ്ടുവരും. അതുകൊണ്ട് സെപ്പറേറ്റ് ഷുഗർ തന്നു. ഒരു ഇച്ചിരി ഷുഗർ ഇട്ടിട്ട് ഞങ്ങൾക്ക് വേണ്ട ചായ ഞങ്ങൾ തന്നെ റെഡിയാക്കി. ഇനി റൂമിലെത്തിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നാളത്തെ യാത്രകൾക്കായി ബൈ ബൈ.